എടുത്ത് നോക്കിക്കേ, അതിന്റെ സാക്ഷരതയുടെ കാര്യത്തിൽ ആ കേരളം ഇവിടെ നിൽക്കുന്നു. 100% സാക്ഷരത കൈവരിച്ചിരിക്കുന്നു അല്ലെ? 100% സാക്ഷരത കൈവരിച്ചിരിക്കുന്നു. അതിന്റെ മറുവശം നോക്കിയാലും ക്രൈം റേറ്റ്, കുറ്റകൃത്യങ്ങൾ, ഇതിലൊക്കെ നോക്കുമ്പോൾ അവിടെ ആ കാര്യങ്ങൾ, സൂയിസൈഡൽ റേറ്റ്, ഇതിലൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുന്നു. അതിലും നമ്മൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല, നാം അധിവസിക്കുന്ന പത്തനംതിട്ട ജില്ല അതിന്റെ മുൻപന്തിയിൽ സ്കോർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് എന്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്? അറിവുണ്ടെങ്കിലും തിരിച്ചറിവും ബോധവും ഇല്ലാത്ത ഒരു തലമുറയായിട്ട് മാറുകയാണ്. അറിവുണ്ടെങ്കിലും തിരിച്ചറിവും ബോധവും ഇല്ല. അറിവ് നമുക്ക് ബുക്സിൽ കൂടെ എല്ലാം കിട്ടും. എന്നാൽ ഈ തിരിച്ചറിവ് നമുക്ക് എങ്ങനെയാണ് ലഭ്യമാകുന്നത്? തിരിച്ചറിവ് എന്ന് പറയുന്നത് അവന്റെ ആ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ദൈവികതയിൽ നിന്നാണ്, ദൈവബോധത്തിൽ നിന്നാണ് ആ തിരിച്ചറിവ് ലഭ്യമാകുന്നത്. നോളജ് പ്ലസ് ഗോഡ് ഈസ് വിസ്ഡം. അപ്പൊ തിരിച്ചറിവ് കിട്ടുവാൻ തക്കവണ്ണം തിരിച്ചറിവും ബോധവുമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്തണമെങ്കിൽ ദൈവവുമായിട്ട് ഈ കുഞ്ഞിനെ ബന്ധിപ്പിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഈ ലോകത്തുള്ള ഏതൊരു വസ്തു എടുത്താലും അതിന് ഗുണവും ഉണ്ട്, ദോഷവുമുണ്ട്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. എവറിഥിങ് ഇൻ ദ വേൾഡ് ഹാസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു പിച്ചാത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ പിച്ചാത്തിയുടെ ഗുണം എന്തൊക്കെയാണ്? പിച്ചാത്തി കൊണ്ട് നമുക്ക് കളിക്കരിയാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം അല്ലെ? ഈ പിച്ചാത്തി തന്നെ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു വ്യക്തിയെ കൊല്ലാനും ഉപയോഗിക്കാം. അപ്പൊ പിച്ചാത്തിയുടെ ഗുണനിലവാരം എന്ന് പറയുന്നത് ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പിച്ചാത്തിയുടെ ഗുണനിലവാരം എന്ന് പറയുന്നത്. അപ്പം ആ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ്. ദ പേഴ്സൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ തിങ്സ്. വ്യക്തിക്കാണ് പ്രാധാന്യം. ഈ വ്യക്തി എന്ന് പറയുന്ന ആള്, ഈ വ്യക്തി എന്തെല്ലാം ഘടകങ്ങൾ ചേർന്നിരിക്കുന്ന ആണെന്ന് അറിയാമോ? ആ വ്യക്തി പ്രധാനമായി ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 ഘടകങ്ങൾ ചേരുന്നതാണ് ഒരു വ്യക്തി, ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ബോഡി, ശരീരം എന്ന് പറയുമ്പോൾ നമ്മളെ തിരിച്ചറിയാൻ അത് സഹായിക്കുന്നു അല്ലേ? നമ്മുടെ ഐഡന്റിറ്റിയാണ്, നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഘടകമാണ് ശരീരം. അതിനും വേണം ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ, വളർച്ചയും പക്വതയും. വളർച്ചയും വികാസവും പ്രാപിച്ച് പക്വതയും ആർജിക്കണം. മൈൻഡ് എന്ന തലം, മനസ്സെന്ന് പറയുന്നിടത്ത് അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ നമ്മുടെ വികാര തലമാണ് അല്ലെ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ ദേഷ്യം, സങ്കടം, പേടി, സന്തോഷം, ഇതെല്ലാം പ്രകടിപ്പിക്കുന്ന സ്ഥലമാണ് വികാര തലത്തിലാണ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും വേണം മനസ്സിനും വേണം ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ. ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന ഭാഗം, ആ തലം എന്താണ്? അത് നമുക്ക് കാണാൻ സാധിക്കുമോ? ആത്മാവ് എന്ന് പറയുന്ന തലം അത് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെങ്കിൽ അതിന് ഹാസ് എ ഗ്രേറ്റ് റോൾ, ഹാസ് എ ഗ്രേറ്റ് ഫങ്ഷൻസ്. എന്താണ്? ഈ മനസ്സിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഘടകമാണ് സ്പിരിറ്റ് എന്ന് പറയുന്ന തലം. അത് നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്ന ചിന്തകളെ എല്ലാം എന്ന് പറഞ്ഞാൽ ഈ സ്പിരിറ്റാണ്, ഈ ആത്മാവാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തി തരുന്നത്. പർപ്പസ് ഓഫ് ലൈഫ്, ഇതെല്ലാം കണ്ടെത്തി തരുന്നത് നമ്മുടെ ആത്മാവാണ്. അപ്പൊ ആത്മാവ് എങ്ങനെ? അപ്പം ആത്മാവിന് വേണം ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ. ഈ ആത്മാവ് അപ്പോൾ എങ്ങനെയാണ് ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ സ്ഥാപിച്ചെടുക്കേണ്ടത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. ദൈവം എത്രമാത്രം ദൈവവുമായിട്ട് അടുക്കുന്നോ ആ ഒരു അടുപ്പത്തിലും അതിൽ കൂടെയാണ് അത് കരകതമാക്കേണ്ടത്. അപ്പൊ സ്പിരിച്വൽ എഡ്യൂക്കേഷന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ ബൈബിൾ പറയുന്നത് വചനമാവുന്ന പാൽ കുടിച്ച് ദിനംതോറും വളരണം. അപ്പം നമ്മൾ ശരീരത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും എഫേർട്ട് നമ്മൾ ഇടും. എന്നാലും നമ്മുടെ ആത്മാവിന്, നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് നാം വേണ്ട എഫേർട്ട് എടുക്കാറുണ്ടോ? അത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ആത്മാവിന്റെ ആ ഇതിൽ കൂടെയാണ് എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കസമയത്ത് ആവശ്യമായി ബുദ്ധി ഉദ്ദേശിച്ചിരുന്ന ഘടകം, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തി തരുന്ന ഘടകം. അതെന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി തരുന്ന കാലമാണത്. തിരിച്ചറിവും ബോധവും. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, ഞാൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്ന ആ തിരിച്ചറിവും ബോധവും നമുക്ക് നൽകി തരുന്ന കാലം. അപ്പം നമ്മള് സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ട പ്രാധാന്യം നാം കൊടുക്കണം. നമ്മുടെ പേരന്റിങ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന
നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എത്തരത്തിലാണ് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്? വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. എന്താണ് പേരന്റിങ് എന്ന് പറയുന്നത്? ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ കുഞ്ഞുനാൾ മുതൽ അത് പ്രായപൂർത്തി ആകുന്നത് വരെ അതിന്റെ ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവും ബൗദ്ധികവും ആത്മീയവുമായ വികസനത്തിന് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന പ്രക്രിയയ്ക്കാണ് പേരന്റിങ് എന്ന് പറയുന്നത്, രക്ഷാകർതൃത്വം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ കുഞ്ഞിന്റെ ജന്മം നൽകുക മാത്രമാണോ ഈ ഒരു കാര്യത്തില് വ്യാപൃതരായിരിക്കുന്നത്? ആകേണ്ടത് അല്ല. കുഞ്ഞിന് ജന്മം നൽകുക മാത്രമല്ല, നമ്മൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു, നമ്മളുമായിട്ട് ഇടപെടുന്ന കുട്ടികൾ, സൺഡേ സ്കൂളിൽ, ഇവിടെ എല്ലാം നമ്മൾ തലമുറയെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലാണ് നാം എല്ലാവരെയും ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം എല്ലാ തലങ്ങൾക്കും ആവശ്യമായ വികസനം നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നും ഗുണപരമായ രീതിയിൽ ഉണ്ടാകണം എങ്കിൽ കുഞ്ഞിന്റെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടവും മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു ഇടപെടൽ സാധ്യമാക്കണം. കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെ, കരുതലിലൂടെ അത് സാധ്യമാക്കണം. ഹ്യൂമൻ ഡെവലപ്മെന്റൽ തിയറിയിൽ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് ഒരു മനുഷ്യായുസിനെ വളർച്ചയുടെ പല ഘട്ടങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ പിറവിയെടുക്കുന്ന ആ ഘട്ടം മുതൽ കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള ഘട്ടം, ഗർഭസ്ഥ കാലം, പ്രീനാറ്റൽ പീരീഡ് എന്ന് പറയും. അപ്പം അത് ഏറ്റവും ഒരു ചെറിയ കോശത്തിൽ നിന്നും തലച്ചോറിനും പെരുമാറ്റ സവിശേഷതകൾക്കും ഒക്കെ വികാസം പ്രാപിച്ച ഒരു ജീവിയായി വരുന്ന ഒരു ഘട്ടം. അത് ഏറ്റവും പ്രാധാന്യമൊക്കെ ട്രമെൻഡസ് ഗ്രോത്ത് ആണ് അവിടെ നടക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ചില പേരൻസുകളും പറയുന്നത്, ഈ കുഞ്ഞ് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചതേ അല്ല, അബദ്ധത്തിൽ ജനിച്ചതാണ് ഈ കുഞ്ഞ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ മുൻപിൽ വെച്ച് തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അബദ്ധത്തിൽ പിറന്ന കുഞ്ഞാണിത്. അപ്പം ആ കുഞ്ഞ് അത് കേൾക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വികാരത്തെക്കുറിച്ച്, ആ ചിന്തകളെക്കുറിച്ച് ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഈ ഭൂമിയിൽ ജനിക്കേണ്ടതല്ലായിരുന്നു, ഐ ഡോണ്ട് വാണ്ടഡ് ഇൻ ദിസ് വേൾഡ്. ഒരു റിജക്റ്റഡ് ഫീലിംഗ് ആണ് ആ കുഞ്ഞിനുണ്ടാകുന്നത്. അബദ്ധത്തിൽ പിറന്ന കുഞ്ഞ് എന്ന് പറയും. അങ്ങനെയാണോ ഒരു കുഞ്ഞ് പിറക്കേണ്ടത്? ഒരു പുരുഷനും സ്ത്രീയും ആ സൃഷ്ടി കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ പിതാവായ ദൈവത്തോട് ചേർന്ന്, തൃത്വം അവിടെയും ഉണ്ടായിരിക്കണം. പിതാവായ ദൈവത്തോട് ചേർന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം എന്ന ആഗ്രഹത്തോട് കൂടി വേണം ആ ഒരു സൃഷ്ടി കർമ്മത്തിൽ പങ്കെടുക്കേണ്ടത്, ഏർപ്പെടേണ്ടത്. അപ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? മറിച്ചായുണ്ടാകുന്ന അനുഭവം ഡിപ്രഷനിലേക്കാണ് തിരിയുന്നത്. സൂയിസൈഡൽ റേറ്റ് ഒക്കെ അവരിൽ കൂടുതലാണ്. പിറവി ഉദരത്തിൽ എടുത്തതിന് ശേഷവും കുഞ്ഞിന്റെ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തയും ഈ കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്, പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട്. കുഞ്ഞിന് വേണ്ടി അമ്മ തന്റെ വൈകാരിക ലോകം ക്രമപ്പെടുത്തണം. അവൾ ആ വൈകാരിക ലോകം ക്രമപ്പെടുത്തണം എങ്കിൽ അവൾക്ക് ചുറ്റുമുള്ളവരും അതിനനുസരിച്ച് അവളോട് സപ്പോർട്ടീവായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ അത് ശരിയാവുമോ? ഇല്ല. കാരണം കുഞ്ഞിന്റെ വേദന, അമ്മയുടെ വേദന കുഞ്ഞിന്റെ വേദനയാണ്, അമ്മയുടെ സന്തോഷം കുഞ്ഞിന്റെ സന്തോഷമാണ്. നമുക്കറിയാം, നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ പിള്ള അവളുടെ ഉദരത്തിൽ തുള്ളി എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് എങ്ങനെയാണ് സാധിച്ചത്? മറിയയുടെ വന്ദനം അവൾ ശ്രദ്ധിച്ചപ്പോൾ, മറിയയുടെ വന്ദനം ആണ് അതിലേക്ക് നയിച്ചത്. ഒരേ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന രണ്ടുപേരുടെ കൂടിക്കാഴ്ച അതിലേക്ക് നയിച്ചു. മറിയയുടെ അത്യകാല വികാരവും ബോധവും വെളിപ്പെടുത്തുന്ന സാന്ദ്രഗീതം എന്നറിയപ്പെടുന്ന ആ ദ മാഗ്നിഫിക്കന്റ് എന്നറിയപ്പെടുന്ന ആ ഗീതം
വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ 55 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ ഉദരത്തിൽ ഉത്പാദിതമായത് ദൈവം തന്ന ദാനമാണ്, അത് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണെന്നുള്ള ആ തിരിച്ചറിവാണ് അവരെ അതിലേക്ക് കാണിച്ചത്. നമുക്ക് ഈ തിരിച്ചറിവുണ്ടോ? നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞ് എന്റെ ദൈവത്തിന്റെ ദാനമാണെന്നും അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണെന്നുള്ള ആ തിരിച്ചറിവോടുകൂടി ആ കുഞ്ഞിനെ സ്വീകരിക്കുമ്പോൾ, അതിനെ അംഗീകരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന വ്യത്യാസം വളരെയാണ്. മറിച്ചാണെങ്കിൽ റിജക്റ്റഡ് ഫീലിംഗ് ആണ്. അടുത്ത സ്റ്റേജാണ് ഇൻഫാൻസി, ശൈശവഘട്ടം. ജനനം മുതൽ 1-1.5 വയസ്സ് വരെ, 1-2 വയസ്സ് വരെയൊക്കെ ഏകദേശം പോകും. കൂടുതൽ ആശ്രയത്വം കാണുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കുഞ്ഞിനെ മാതാപിതാക്കളിൽ നിന്നും, പ്രത്യേകിച്ച് അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹവും തലോടലും നോട്ടവും പരിചരണവും എല്ലാം കുഞ്ഞിന്റെ ആ ഒരു വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നുണ്ട്, കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. കുഞ്ഞ് ഈ കാലഘട്ടം വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ കുഞ്ഞിന്റെ ഉള്ളിൽ ചില വിശ്വാസങ്ങൾ രൂപപ്പെടുകയാണ്. ഞാൻ ഈ ലോകത്തിൽ വേണം, എനിക്ക് കുഴപ്പമില്ല, ഒരു സെൽഫ് ആൻഡ് സെക്യൂർ ഫീലിംഗ് ആണ് ആ കുഞ്ഞിന് കിട്ടുന്നത്. എൻ്റെ ജീവിതം കുഴപ്പമില്ല, നല്ലതാണ്, എനിക്ക് മുൻപോട്ട് പോകാം, ഭാവിയെ കുറിച്ചുള്ള ഒരു പ്രത്യാശയാണ് കുഞ്ഞിന് കിട്ടുന്നത്. മറിച്ച് അയാൾ സ്വയം വിലമതിക്കാനാവാതെ ഡിപ്രഷനിലേക്ക് വഴിതെളിക്കും. ഇതിന്റെ ഈ ചിന്തകൾ ഇതെല്ലാം ഈ ഒരു സ്വാധീനങ്ങളെല്ലാം ടീനേജിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ടീനേജിലേക്കാണ് പുറത്തു വരുന്നത്. അടുത്ത സ്റ്റേജാണ് ചൈൽഡ്ഹുഡ് സ്റ്റേജ്, ബാല്യം. ഏർലി ചൈൽഡ്ഹുഡ് ഉണ്ട്, ലേറ്റർ ചൈൽഡ്ഹുഡ് ഉണ്ട്. ഒരു മനുഷ്യായുസ്സിലെ തുടക്കം മുതലുള്ള ഓരോ ഘട്ടവും പ്രാധാന്യം അർഹിക്കുന്ന ഓരോ ഘട്ടത്തിന് ആവശ്യമായ പരിചരണം ആവശ്യമാണ് അറിഞ്ഞുള്ളത്. ഈ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ എന്ന് പറയുന്നത് 1 മുതൽ 9 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് ആയിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 11 വയസ്സ് വരെയൊക്കെയാണ്, ഇപ്പോൾ എന്നല്ല, അങ്ങനെയല്ല. 1 മുതൽ 9 വയസ്സ് വരെയുള്ള കാലഘട്ടം. അവിടെയാണ് തനിയെ നടക്കാൻ, തനിയെ ഇരിക്കാൻ, തനിയെ സംസാരിക്കാനും കഴിക്കാനും അല്ലെ ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാം കിട്ടുന്ന ഒരു സമയമാണ് അവിടെ. ആ ഒരു വയസ്സ് മുതലുള്ള സമയം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് കുഞ്ഞിന്റെ സെൽഫ് എസ്റ്റീം, സ്വയം മതിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്വയം മതിപ്പ് വന്ന് കുഞ്ഞിന്റെ വിൽ പവറിലേക്ക് കുഞ്ഞിനെ നയിക്കുന്നത്. ആ സമയത്ത് നമ്മളുടെ ഓരോ പ്രോത്സാഹന വാക്കുകളും എല്ലാം കുഞ്ഞിന്റെ ആ ഒരു വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കണം. 1 മുതൽ 4 വരെയുള്ള വയസ്സാണ് ഏർലി ചൈൽഡ്ഹുഡ്. 5 മുതൽ 9 വരെ എന്ന് പറയുമ്പോൾ അത് ലേറ്റർ ചൈൽഡ്ഹുഡ്. അവിടെയാണ് കുഞ്ഞിന്റെ സ്കൂൾ ഏജ് ഒക്കെ തുടങ്ങുന്നത്. അവിടെ കുഞ്ഞിന്റെ സോഷ്യൽ സ്കില്ല്, ഇമോഷണൽ സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലെല്ലാം കുഞ്ഞിനെ ഏർപ്പെടുത്തണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കുഞ്ഞിന് കൊടുക്കേണ്ട ഒരു പ്രായമാണത്. ഓർക്കണം, ഒരു 9 വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കൈപിടിച്ചൊക്കെ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് കൊടുക്കാൻ പഠനം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഡാൻസ്, പാട്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്റ്റോറി ടെല്ലിങ് എന്തെല്ലാം നമുക്ക് പറ്റുമോ അതെല്ലാം കുഞ്ഞിനെ കൊടുക്കാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധ ചെലുത്തണം. എത്ര തിരിച്ചു പിടിച്ച ജീവിതം ആയിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ മറന്നു പോകരുത്. അവരെ ശ്രദ്ധയോടെ കേൾക്കാൻ, അവരുടെ കൊച്ചു വിശേഷങ്ങളൊന്ന് കേട്ട് അവരെ എൻകറേജ് ചെയ്യാനും, എന്തെങ്കിലും പോരാളിയുണ്ടെങ്കിൽ സ്നേഹത്തോടുള്ള തിരുത്തൽ, ഐ ലവ് യു എന്ന് കുഞ്ഞുങ്ങളോട് പറയണം. 1 മുതൽ 9 വയസ്സ് വരെയുള്ള സമയത്ത് നന്നായിട്ട് അത് പറയണം. ഐ ലവ് യു. നമ്മൾ എന്താണ് ഇത് പറഞ്ഞത്, ഓർമ്മയുണ്ടോ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ പറഞ്ഞത്? ആ മെസ്സേജ് കുഞ്ഞിന് കിട്ടണം. അപ്പോഴാണ് കുഞ്ഞിന് സന്തോഷമാകും. അവൻ എന്തെങ്കിലും പറയുന്നത്, ആ കുട്ടി എന്തെങ്കിലും പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ അവനെ അഭിനന്ദിച്ച് ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയണം. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. സ്നേഹത്തോടെ തിരുത്തുവാനുമായിട്ടാണ് ശ്രമിക്കണം. അപ്പൊ കുഞ്ഞ് അത് നന്നായിട്ട് അവനൊരു ഉത്തേജനം കിട്ടി മുൻപോട്ട് പോകും. സമയം ബിസി വേൾഡിലാണ്, നാം സമയം കണ്ടെത്തണം. നല്ല കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്ത് വേണ്ടാത്തത് നമ്മുടെ തിരുത്തലുകൾ വേണ്ടിയിട്ട് സ്നേഹത്തോടെ നടത്തണം. അടുത്ത സ്റ്റേജാണ് കൗമാര സ്റ്റേജ് എന്ന് പറയുന്നത്. കൗമാരം, അഡോൾസെന്റ് സ്റ്റേജ് എന്ന് പറയും. ഞാൻ നിങ്ങളെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഒരു പഴയ കാലത്തിലേക്കൊന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഓരോരുത്തരും
നിങ്ങളുടെ ഒരു പഴയ ആ ഒരു കാലം, ഹൈസ്കൂൾ പഠനകാലം, ആ കൗമാര കാലഘട്ടം ഒന്ന് ഓർത്ത് നോക്കിക്കുക. അന്നത്തെ ആ രൂപം, ഭാവം, നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരോടുള്ള ഇടപെടൽ, പേരൻസിനോടുള്ള ഇടപെടൽ, കൂട്ടുകാരോടുള്ള ഇടപെടൽ, സഹോദരങ്ങളോടൊക്കെയുള്ള ഇടപെടലൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒന്ന് ചെറിയ മനസ്സിൽ കൂടെ പോട്ടെ. എല്ലാവരും ഈ സ്കൂൾ ഏജ് ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങളുടെ ആ പഴയ കാലം. ഒരു മിനിറ്റ് ഒന്ന് പോയിക്കോട്ടെ. ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ വന്നത്തെ എന്തെങ്കിലും മറക്കാനാമത്തെ സംഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കൗമാര കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശരീരം, ഫാമിലി ഇൻവോൾവ്മെന്റ് മാറി, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകാരാണ് പിന്നെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ശരീരം വേഗത്തിലൊക്കെ വളരുന്ന സമയത്ത് ഹോർമോൺ മാറ്റങ്ങൾ കാരണം ഈ പ്രായത്തിലെ ദേഷ്യം, സങ്കടം ഇതെല്ലാം ഭയങ്കര വികാര തലങ്ങൾക്ക് പ്രത്യേക ഒരു വലിയൊരു ചേഞ്ചാണ് നടക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലെ അവർ പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മൾക്ക് അത് സഹിക്കാൻ കഴിയാതെ വരും അല്ലേ? അവർ ഹോർമോൺ മാറ്റം കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ അവർ അതുകൊണ്ട് ചെയ്യുന്നതല്ല, അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി ഇടപെടുക എന്നതാണ്. ശാന്തമായിട്ട് അവരെ കേൾക്കി കെട്ടി പണിയുന്നുണ്ട്. അതിന് അത് വലുതാവും. ആ പണിയുന്ന ആ സമയത്ത് ആ ഒരു വളർച്ച, ആ ഒരു വലുപ്പം എന്ന് പറയുന്നത് അതാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ അതിന് ഫാനും ലൈറ്റും ഫാനും ഒക്കെ കൊടുത്ത് ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ നടത്തി അതിനെ പ്രവർത്തനക്ഷമം ആക്കുന്ന ഒരു സാഹചര്യം ആണ് ആ കുഞ്ഞിന്റെ ബ്രെയിനും കുഞ്ഞിന്റെ ശരീര അവയവങ്ങൾക്കും എല്ലാം മാറ്റം വന്ന് അത് പ്രവർത്തനക്ഷമമാകുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ആണ് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ആ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ വളരെ അവരോടുള്ള ആശയവിനിമയത്തിലും എല്ലാം വളരെ ശ്രദ്ധയോടെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഫ്രണ്ടാകാൻ പറ്റത്തില്ല, ഫ്രണ്ട്ലി അപ്രോച്ചോടുകൂടി കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു നേച്ചർ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ അവർ എടുക്കും, പ്രകടിപ്പിക്കാൻ തക്കവണ്ണം. അപ്പൊ നമ്മൾ അവരെ ചേർക്കുകയല്ല വേണ്ടത്, ആ സമയത്ത് കൂടെ നിന്ന് അവരുടെ ആ ഒരു ഏജിന്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിന്ന് അവർക്ക് സപ്പോർട്ടായിട്ട് മാറണം. അവർ കൂട്ടുകാരുടെ ആ ലോകം അവർ ഇഷ്ടപ്പെടുമ്പോൾ അവിടെ പല ആപത്തുകളും അവരൊരു ഒറ്റത്തടി പാലത്തിൽ കൂടെ കടന്നു പോവുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സപ്പോർട്ടായിട്ട് മാറണം. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണത്. മാതാപിതാക്കൾ ഈ സമയത്ത് പല ആശങ്കകളും ഒക്കെ ഉണ്ടാകാൻ ചിലർക്ക് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് വളരുന്നത്. ചിലർക്ക് പെട്ടെന്ന് വളർച്ച വരുന്നില്ലായിരിക്കാം. അപ്പൊ കാര്യമായ എന്തെങ്കിലും വ്യത്യാസം മനസ്സിൽ തോന്നുന്നു എങ്കിൽ അതിന് വിദഗ്ധ ചികിത്സയുടെ വിദഗ്ധ അഭിപ്രായം തേടേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ മാനസിക മാറ്റങ്ങൾ തലച്ചോറിന്റെ വികാസത്തിന്റെ ഹോർമോൺ മാറ്റങ്ങളുടെ ഒക്കെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഈ സമയത്ത് സ്ക്രീൻ സമയത്തിനും ഓൺലൈൻ സമയത്തിനും ഒക്കെ നാം ചെലവഴിക്കുന്നതിനൊക്കെ സൗമ്യമായ അതിരുകൾ കൽപ്പിക്കണം. സൗമ്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് 1 മുതൽ 6 വയസ്സ് വരെയുള്ള സമയത്ത് മൊബൈൽ ഫോൺ കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് പേപ്പറിൽ എടുത്ത് വന്നതാണ്. സൈക്കോളജിസ്റ്റിന്റെ എല്ലാം 1 മുതൽ 6 വയസ്സ് വരെയുള്ള സമയത്ത് മൊബൈൽ ഫോൺ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ കാലഘട്ടത്തിലെ സ്പോർട്സ് ക്ലബുകൾ ഇതിലെല്ലാം അവരെ പങ്കാളികളാക്കണം. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കാളികളാക്കണം. മാർക്കുകളിൽ മാത്രമല്ല, പരിശ്രമത്തിനും പഠനത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. പഠനത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് മാർക്കുകൾ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അവരുടെ എഫേർട്ട് എടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. അതിന് വേണ്ട എഫേർട്ട്. ചുമ്മാ കോപ്പി അടിച്ചും എടുത്തും ഒക്കെ മാർക്ക് ഇങ്ങനെ കൂട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കുഞ്ഞുങ്ങൾ വരും. പക്ഷെ മാർക്കിനല്ല, നിന്റെ എഫേർട്ടിനെയാണ് ഞങ്ങൾ മാനിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ എഫേർട്ടിനെ മാനിക്കണം. അങ്ങനെ ഉള്ള ഒരു രീതിയാണ് വേണ്ടത്. ഈ പ്രായത്തില് പ്രണയം തോന്നുക സ്വാഭാവികമാണ് അല്ലേ? ഈ പ്രായത്തിൽ പ്രണയം തോന്നുക സ്വാഭാവികം, അത് നോർമലാണ്. ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരു വികാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൈംഗികതയെ കുറിച്ചുള്ള ശരിയായ അറിവ് നൽകേണ്ടത് ഒരു ചുമതല നമുക്കുണ്ട്. എന്താണ് ലൈംഗികത എന്ന് പറയുന്നത്? കുട്ടിയുടെ പ്രായത്തിനും നമ്മുടെ സംസ്കാരത്തിനും അനുയോജ്യമായ വിധത്തില്
കുഞ്ഞുങ്ങൾക്ക് ലൈംഗികതയെ കുറിച്ച് പകർന്നു കൊടുക്കുന്നതാണ് ലൈംഗിക വിദ്യാഭ്യാസം അഥവാ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് പ്രായത്തിൽ നമ്മളത് നൽകണം? ഏത് പ്രായത്തിൽ നമ്മൾ നൽകണം? 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള സമയത്ത് ഹോൾ ബോഡി പാർട്സ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള സമയത്ത് ഹോൾ ബോഡി പാർട്സ്, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതിന് പോസ്റ്ററൊക്കെ കിട്ടും, അത് നോക്കിയായാലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. 3 മുതൽ 5 വയസ്സ് വരെയുള്ള സമയത്ത് പ്രൈവറ്റ് ബോഡി പാർട്സ്, അതിൽ ആർക്കും തൊടാൻ അവകാശമില്ല. നിങ്ങളും മറ്റുള്ളവരുടെ പ്രൈവറ്റ് ബോഡി പാർട്സിൽ തൊടാൻ അവകാശമില്ല എന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ലിപ്സ്, ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ബോഡി, യൂറിൻ പാസ് ചെയ്യുന്നിടം, ബട്ടക്സ്, ഇതൊക്കെ ആർക്കും തൊടാൻ അവകാശമില്ല. നിങ്ങൾക്കും മറ്റുള്ളവരെ ആ ഭാഗങ്ങൾ തൊടാൻ അവകാശം ഇല്ല എന്ന് കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ല എങ്കിൽ അശ്ലീല വീഡിയോസ്, പോണോഗ്രഫി, അഡിക്ഷൻ, സ്വന്തം സഹോദരനെ ലൈംഗികമായി പീഡിപ്പിക്കല്, ഞാൻ പറഞ്ഞല്ലോ ഫോൺ കുഞ്ഞിന്റെ കൈ കിട്ടുമ്പോൾ എന്തെല്ലാമാണ് കുഞ്ഞുങ്ങൾ കാണുന്നതെന്ന് അറിയാമോ? 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതെല്ലാം കണ്ടിട്ട് വന്നിട്ട് സ്കൂളിൽ ഫ്രണ്ട്സിനോടെല്ലാം വന്ന് പറയുന്നു, എന്നിട്ട് അതിനെ അത് പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം അതൊക്കെ അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ല എങ്കിൽ അതിലേക്കൊക്കെ കുഞ്ഞുങ്ങൾ പോകാനുള്ള സെക്സ് അബ്യൂസ്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതിലേക്കെല്ലാം പോകാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കണം. 5 to 7 years ഹൗ ടു സേ നോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. വേണ്ടത്ത കാര്യങ്ങൾ ആരെങ്കിലും പ്രേരിപ്പിക്കുകയാണെങ്കിൽ നോ പറയാനുള്ള റൈറ്റ് നിങ്ങളുടെയാണ് എന്ന് പറയണം. ഫ്രണ്ട്ഷിപ്പ് ഒപ്പോട്ടെ സാരമില്ല, എന്നാലും സാരമില്ല, നോ പറയേണ്ടത് നോ പറയാനുള്ള ആർജവം കുഞ്ഞുങ്ങൾ നേടിയെടുക്കണം. അത് പറഞ്ഞിരിക്കണം എന്ന് പറയണം. 9 to 10 years ആർത്തവ കാര്യങ്ങൾ, പീരീഡ്സിനെ കുറിച്ച് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അത് എന്തിനു വേണ്ടി ഉള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടി ദൈവം നൽകിയിരിക്കുന്നു എന്നത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ആൺകുട്ടികളോട് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവരുടെ സൗണ്ട് ചേഞ്ച്, ഇതെല്ലാം ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പലപ്പോഴും ആൺകുട്ടികളെ ഒഴിവാക്കും, പക്ഷെ ആൺകുട്ടികൾക്കും ആ ഒരു അത് കാര്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. 10 to 11 years HIV എന്താണ്, അൺവാണ്ടഡ് പ്രഗ്നൻസി എന്താണ്, റേപ്പ് എന്താണ്, ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. 10 to 11 years HIV എന്താണ്, റേപ്പ് എന്താണ്, അൺവാണ്ടഡ് പ്രഗ്നൻസി എന്താണ്, ഇത് കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. പെരുമാറ്റ വൈകൃത, ബിഹേവിയറൽ ചേഞ്ചസ് ഉള്ള പലരുണ്ട്. നമ്മൾ അത്തരം കുട്ടികളെ മനസ്സിലാക്കിയ HIV ടെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ടീച്ചറെ ഞാൻ എടുത്തു എന്ന് വളരെ ലാഭത്തോട് പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഈ കൗൺസിലിംഗ് മേഖലയിലായതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക. അവിടെ ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ പോലെ ആയിക്കൊണ്ട്, എത്ര തിരക്ക് പിടിച്ചിരുന്ന ലോകമായാലും എത്ര ബിസി വേൾഡിലാണ് നാം ജീവിക്കുന്നത് എങ്കിലും അവർക്ക് വേണ്ടിയിട്ട് സമയം നാം മാറ്റി വെക്കണം. എല്ലാം കേട്ടിട്ട് അവരെ കേൾക്കണം, നന്നായിട്ട് കേൾക്കണം. അതിനിടയ്ക്ക് കയറി ഒന്നും പറയരുത്. കേട്ടിട്ട് വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട്, ക്ഷമയോടെ കേട്ടിട്ട് വേണ്ട തിരുത്തലുകൾ നടത്തേണ്ടടുത്ത് നടത്തണം, സ്നേഹത്തോടെ നടത്തണം. ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്ലേഷിച്ചുകൊണ്ട് വേണം വേണ്ടടുത്ത് നടത്തണം. തിരുത്തലുകൾ വേണ്ടത് സ്നേഹത്തോടെയാണ് നടത്തേണ്ടത്. അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, അവരുടെ സംസാര രീതികൾ എന്തൊക്കെയാണ്, അവരുടെ ഭക്ഷണ രീതികളൊക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർ ഓരോന്നിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നാം മനസ്സിലാക്കണം, കണ്ടെത്തണം. എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതുപോലെ ചൈൽഡ് സെക്സ് അബ്യൂസ്, ബാലലൈംഗിക ചൂഷണം, അതെന്താണ്? ഒരു മുതിർന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ലൈംഗിക ചുവയോടെ, ലൈംഗിക ലക്ഷ്യത്തോടു കൂടി കുട്ടികളുടെ മേൽ നടത്തുന്ന എന്തും ബാലലൈംഗിക ചൂഷണമാണ്. കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 18 വയസ്സിനകത്തുള്ള കുട്ടികളുടെ മേൽ
പോക്സോ കേസുകൾ ഇന്ന് നിരവധിയാണ്. ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ ഇതിലേക്ക് പോകാനുള്ള സാധ്യത ഏറെ ചാൻസ് കുറവാണ്. സ്വന്തം ഭവനങ്ങളിൽ നിന്നുമാണ് ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് എന്ന് ഓർക്കണം. സ്വന്തം ഭവനങ്ങളിൽ നിന്ന്. സ്വന്തം പിതാവിൽ നിന്നൊക്കെ നടക്കുന്നുണ്ട്. സ്വന്തം ഭവനങ്ങളിൽ നിന്ന് 85% ആണ് സ്വന്തം ഭവനങ്ങളിൽ നിന്ന് നടക്കുന്നത്. പിന്നീട് ഒരു കാര്യം, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കാണ് 5 to 6% കൊച്ചുകുട്ടികൾ 5 to 6% കൂടുതൽ എന്ന് നാം അറിയണം. ഇതിന്റെ പിന്നെ കാര്യങ്ങൾ പുറത്തു വരുന്നില്ല എന്ന് മാത്രം. അശ്ലീല ചുവയുള്ള സംസാരം, അത്തരം വീഡിയോസ് കാണിക്കല്, അശ്ലീലമായ സ്പർശനം, ഇതെല്ലാം ബാലലൈംഗിക ചൂഷണത്തിൽ പെടുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് കുട്ടികളോട് കാര്യങ്ങൾ വ്യക്തമായി കൊടുക്കണം. കാരണം അതില്ലാതെ നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ അസാധ്യമാണ്. അവര് പിന്നെ അസൈൻമെന്റ്സ് ചെയ്യണം, ടൂർ പോകണം, സ്റ്റഡി ടൂറ്, പല കാര്യങ്ങളും ഒരുമിച്ച് കോളേജിലും സ്കൂളിലും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. അവിടെയൊക്കെ ആൺപെൺ സൗഹൃദം, ബോയ്സ് ഗേൾ റിലേഷൻഷിപ്പ് എങ്ങനെ ആരോഗ്യകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് അവരെ മനസ്സിലാക്കണം. ഒരു ഗ്യാപ്പ് ഇടേണ്ടടുത്ത് ഗ്യാപ്പ് ഇടാൻ, ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് എങ്ങനെ പറ്റും അത് മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ഉള്ളകരങ്ങൾ സുരക്ഷിതമായിട്ട് അവരെ കാത്തുകൊള്ളണേ എന്നൊരു പ്രാർത്ഥന. കാര്യത്തിനും പോകാതിരിക്കാനായിട്ട് അവരെ ശ്രദ്ധിപ്പിക്കണം. അപകടം മണത്തറിഞ്ഞ് പാമ്പിനെ പോലെ പൂർവ്വബുദ്ധിയുള്ളവരായിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കണം എന്ന് പറയണം. കൗമാരപ്രായം ഒരുപാട് ലൈംഗിക ചിന്തകൾക്കൊക്കെ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു പ്രായമാണ്. അതുകൊണ്ട് നല്ല നല്ല കളികളിലൊക്കെ അഭ്യർത്ഥനം. നല്ല നല്ല കളികളിൽ ക്രിയേറ്റീവായിട്ടുള്ള റെഡ് ക്രോസ് സൊസൈറ്റി, SPC, NCC, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ അത് കുഞ്ഞുനാൾ മുതൽ തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവരെ അതിനുള്ള പ്രോത്സാഹനം അവർക്ക് നൽകണം. ഇതിന്റെ ഒരു ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികൾ പറയും, അവര് അത് ഉപയോഗിക്കുമ്പോൾ നല്ല ഒരു ഹാപ്പി മൂഡിലാണല്ലോ അവരിയ്ക്കുന്നത്, അപ്പൊ എനിക്കും ഒന്ന് നോക്കണം എന്നുള്ള ടെൻഡൻസി ഒക്കെ അവർ വരാം. പക്ഷേ കുഞ്ഞിനെ അത് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു ടെമ്പററി ഇഫക്റ്റ് മാത്രമാണ് എന്നുള്ളത്. അതിന്റെ ദൂഷ്യവശങ്ങൾ ഏറെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. പേരൻസ് ഒക്കെ സോഷ്യൽ ഗ്യാതറിങ്ങിലൊക്കെ മദ്യം ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ചെന്ന് പറയും, എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്തെല്ലാം ചെയ്യാമോ, എനിക്കൂടെ തരാമോ, അപ്പൊ അവരത് എടുത്ത് കൊടുക്കും. അങ്ങനെ തന്നെ അഡിക്റ്റഡ് ആയ പല കുട്ടികളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ഇവർ കണ്ടാണ് വളരുന്നത്. അപ്പൊ അങ്ങനെ കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു വികാരം മാത്രമാണത്. കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു വികാരം, ഒരു ക്രഷ്, ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരു ക്രഷ്, ഒരു ചിത്തപ്രമം, ഒരു ഇമ്പൾസീവ് മാത്രമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഒരു 22, 23 അല്ലെങ്കിൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് ബ്രെയിനിന്റെ വളർച്ചയൊക്കെ പൂർണ്ണമായിട്ട് സാധ്യമാകുന്നത്. അപ്പോഴാണ് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നത്, ഇതെന്റെ ജീവിതത്തിന് പറ്റിയ ആളാണോ എന്ന തരത്തിലെല്ലാം ചിന്തിക്കാനും എടുക്കാനുള്ള സമയം, പക്വതയെല്ലാം കിട്ടുന്ന ആ ഒരു സമയത്താണ്. അതുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ തോന്നുന്ന ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്ന ഒരു വികാരം എന്ന് പറയുന്നത് നോർമലാണ്. അത് തോന്നിയില്ലേക്കുള്ള അത്ഭുതം. പക്ഷേ അതിനെ എവിടെ നിർത്തണം, എന്താണ് അതിന്റെ ഭവിഷ്യത്ത്? അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ആരോടും പാടില്ല എന്ന് കുഞ്ഞുങ്ങളോട് പറയണം. ഓർക്കണം, അമ്മയോട് ചെന്ന് പറയാൻ കഴിയുന്നില്ല, പിതാവോട്ടും നോക്കുന്നില്ല. ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ വേദന എന്താണ്, അവരുടെ ഇമോഷൻ ലെവൽ എങ്ങനെയാണ് എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കുഞ്ഞത് അവളത് അമ്മയോടൊന്ന് 1-2 വാക്കുകൾ കൂടെ സൂചിപ്പിച്ചു. പക്ഷേ അവർക്കത് ഉൾക്കൊള്ളാനും ഒന്നും കഴിയുന്നില്ല. അവരതിനെ വേണ്ട തരത്തിൽ എടുക്കുന്നില്ല. അപ്പൊ അത് ഏറ്റവും പ്രയാസമാവുന്നു. എനിക്ക് ആരുമില്ല, ഷെയർ ചെയ്യാൻ എനിക്ക് ആരുമില്ല എന്ന ഒരു വേദന കുഞ്ഞിന് ഒപ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുകയുമാണ്. ഒരു ചെറിയ പെൺകുട്ടി ഇസ്രായേൽ ആണെന്ന് എൻ്റെ വിചാരം, എവിടെയാണ് ഞാൻ ഓർക്കുന്നില്ല ശരിക്കും. ആ കുട്ടി ഒരു തടിച്ച പെൺകുട്ടിയാണ്. അവരുടെ ഫ്രണ്ട്സ് അവളെ കളിയാക്കുന്നുണ്ട്. തടിച്ചതാ ഇരുട്ടതാ എന്ന് പറഞ്ഞൊക്കെ. ഗോൾഡ മേയർ തടിച്ച ഇരുട്ട ഒരു കുട്ടിയാണ്. അപ്പൊ അവളെ കളിയാക്കുന്നു. അവൾ ഒരു ദിവസം അവൾ തന്നെ തിരിച്ചറിഞ്ഞു, ഇതെനിക്ക് ഞാൻ ഇങ്ങനെയല്ല വേണ്ടത്. അവളുടെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിത്വത്തെ അവൾ മനസ്സിലാക്കി, ഞാൻ ഇവർക്ക് മധുരമായിട്ട് പ്രതികാരം ചെയ്യും, ഇവരെ കൂടെ തിരിച്ചു പറയിപ്പിക്കും. അവള് നന്നായിട്ട് പഠിക്കാനും എടുക്കാനും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ശ്രമിച്ച് അവളുടെ വ്യക്തിത്വത്തെ അവൾ വളർത്തിയെടുത്ത് അവൾ ഇസ്രായേലിലെ ആണെന്ന് എൻ്റെ വിചാരം പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്ററായിട്ട് മാറി. ഗോൾഡ മേയർ
ഓർക്കണം. അപ്പൊ അവർക്ക് ഓരോ കുഞ്ഞിനും എന്തെല്ലാം സാധ്യതകളാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ആ സാധ്യതയെ പുറത്തു വരുവാൻ തക്കണം നമ്മുടെ ഇടപെടലുകൾ നമ്മൾ നിയന്ത്രിക്കേണ്ടതായ കാര്യമുണ്ട്. എന്തെല്ലാം സാധ്യതകളാണ് ഓരോ പൈതലിലും ഒളിഞ്ഞു കിടക്കുന്നത്. ആ സാധ്യതയാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓർക്കണം. അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോയാൽ അവിടെയാണ് ഈ ക്രൈം റേറ്റും സൂയിസൈഡ് റേറ്റും എല്ലാം കൂടുന്നത്. അപ്പൊ കൈമുറി അഴിച്ചുവിടുന്ന ഒരു പാരന്റിംഗ് ഉണ്ട്. പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത അൺഇൻവോൾവ്ഡ് ആയിട്ടുള്ള പാരന്റിംഗ് ഉണ്ട്. ഒന്നും ശ്രദ്ധിക്കാത്തത്. എന്നാൽ വേറെ പാരന്റിംഗ് കൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ നിന്നോണം കാര്യങ്ങളൊക്കെ പറയും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ തകർച്ചയിലേക്കാണ് വരുന്നത്. സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്തില്ല. വാശിയും വൈരാഗ്യവും എല്ലാം വളർന്നു വന്ന് സാമൂഹിക ദ്രോഹികളായിട്ട് മാറുകയാണ് അവർ. എന്നാൽ നല്ല പാരന്റിംഗ് എന്ന് പറയുന്നത് കുഞ്ഞിന് കയറിയിട്ടുണ്ടെങ്കിൽ ആയിരത്തെ ഒരു പിടിയുണ്ടായിരിക്കണം. സ്നേഹവും പിന്തുണയും കൊടുക്കണം. കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള ശിക്ഷാ നടപടികളാണ് നമ്മൾ നടത്തേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? സ്ക്രീൻ മൊബൈൽ ഫോൺ എടുക്കണ്ട അല്ലെങ്കിൽ അതെടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണ്? കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള ഒരു പാരന്റിങ്. കഴിവുകൾ ആ കുഞ്ഞാവിടെ നന്നായിട്ട് പഠിക്കും. മികച്ച ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കും. ചിലരുണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നവർ, ആരാണ്ട് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. അത് തന്നെ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് അവർ പഠിക്കും. ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കും. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിനൊപ്പം ഇടയാകും. അങ്ങനെയുള്ള ഒരു പാരന്റിങ് ആകുമ്പോൾ അപ്പൊ നമ്മുടെ സ്വയം പരിചരണവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. സെൽഫ് കെയർ നമുക്കും ആവശ്യമാണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയിരിക്കുന്നു, നാം അതിന് പ്രയോറിറ്റി കൊടുക്കണം. നാം നമ്മെ സ്നേഹിക്കണം. നാം നമ്മെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സ്നേഹിക്കുകയുള്ളൂ. അവിടെ ദൈവത്തിന്റെ ഒരു കരുതൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടത്. കുടുംബം ഇതിനെ ഏറ്റവും പ്രാധാന്യമാക്കിയിരിക്കുന്നു. കുടുംബാന്തരീക്ഷം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്ന ഏറ്റവും